അള്ളാഹു നബി തിരുമേനിക്ക് തൻ്റെ 2 പേരുകൾ നൽകിയിട്ടുണ്ട്. ഏതാണ് ആ 2 പേരുകൾ? അല്ല 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 പറഞ്ഞോ. അല്ല 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 ഞാൻ എന്നാ പറയാം. റഹൂഫും റഹീമുമാണ്. മൂസാ നബിയെ മയ്യത്ത് കുളിപ്പിച്ചത് ആര്? പറഞ്ഞാല് ജിബ്രീൽ അലൈഹിസ്സലാമാണ് മൂസാ നബിയുടെ ഇത് കുളിപ്പിച്ചത്, അതായത് മയ്യത്ത് കുളിപ്പിച്ചത്. എല്ലാ ആയത്തിലും അള്ളാഹു എന്ന പേരുള്ള സൂറത്ത് ഏത്? അല്ല. എല്ലാ ആയത്തിലും അള്ളാഹു എന്ന പേരുള്ള സൂറത്ത് ഏത്? അല്ല 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 ഞാൻ എന്നാ പറയാ, സൂറത്ത് മുജാദല. ആയിഷാ ബീവിയുടെ ജനാസ നമസ്കരിച്ചത് ആര്? അല്ല. ആയിഷാ ബീവിയുടെ ജനാസ നമസ്കരിച്ചത് ആര്? അല്ല. ശരി, അബൂ ഹുറൈറ. ശരിയാ. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്ത് ഏത്? ഇഖ്റാണ്. ആയാ നബി തങ്ങൾ ചെറുപ്പത്തിൽ ചെയ്ത ജോലി എന്തായിരുന്നു? പറഞ്ഞോ. ചെയ്ത ജോലി ആടിമേക്കൽ. ബൈബിളിൽ അബ്രഹാം എന്ന് പറയുന്നത് ആരെ? അല്ല 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 പറഞ്ഞോ. ബൈബിളിൽ അബ്രഹാം എന്ന് പറയുന്നത് ആരെ? ഇബ്രാഹിം നബിനെ. ശരി. മുഹമ്മദ് നബിന്റെ വഫാത്തിന് ശേഷം ആയിഷാ ബീബി റളിയല്ലാഹു എത്ര വർഷം ജീവിച്ചു? അല്ല അല്ല. മുഹമ്മദ് നബിന്റെ വഫാത്തിന് ശേഷം ആയിഷാ ബീവി എത്ര വർഷം ജീവിച്ചു? അല്ല അല്ല. 47 വർഷം. ഏത് സൂറത്തിലാണ് ഏറ്റവും കൂടുതൽ ആയത്തുകൾ ഉള്ളത്? എത്ര സൂറത്തുകൾ ഉണ്ട് അതില്? അല്ല. 232. പറഞ്ഞോ. അല്ല. 286 ആയത്തുകൾ. നിസ്കാരത്തിലും മറ്റ് ചിന്തകൾ വന്നതിൻ്റെ പേരിൽ കൂലി നഷ്ടപ്പെടാതിരിക്കാൻ സലാം വീട്ടിയ ഉടനെ ഈ ദിക്റ് പറയണം. ഏതാണ് ആ ദിക്റ്? അതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം.